ഹായ് നമസ്കാരം. ഇന്ന് ഒരു ബഹുമുഖ പ്രതിഭയെ നമുക്ക് പരിചയപ്പെടാം. മോളുടെ പേര് മുകുന്ദ എന്നാണ്. കോട്ടയത്താണ് വീട്. ബാക്കി കാര്യങ്ങൾ മുകുന്ദ തന്നെ നിങ്ങളോട് സംസാരിക്കും. ഞങ്ങൾക്ക് ഒരു ഗോശാലയുണ്ട്, മഹാലക്ഷ്മി ഗോശാല. 62 പശുക്കളുണ്ട്. 18 ബ്രീഡ്സിലായിട്ട് എല്ലാം നാടൻ പശുക്കളാണ്. അപ്പോൾ പിന്നെ എത്രാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? 6ല്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ഞാന്, അപ്പൂപ്പൻ, അമ്മ. മോള് എത്രാമത്തെ വയസ്സ് മുതലാണ് ഈ പണ്ട് മുതലേ ഇങ്ങനെ ഗോക്കളെ വളർത്തുന്നുണ്ടോ വീട്ടില്? കൊറോണ സമയത്ത് എനിക്ക് 7 വയസ്സുള്ളപ്പോ തൊട്ട്. 7 വയസ്സുള്ളപ്പോ തൊട്ട് മോള്? അല്ല, അതിനു മുമ്പേ പശുവിനെ വളർത്തുന്നുണ്ട് വീട്ടില്? ഇല്ല. മോക്ക് 7 വയസ്സുള്ളപ്പോ തന്നെ വളർത്താൻ തുടങ്ങിയത്? അപ്പൊ ആദ്യം എത്ര പശു ഉണ്ടായിരുന്നു? ആദ്യം 7 വയസ്സിന് മുമ്പില്ലായിരുന്നു. ഞങ്ങൾ ആദ്യം ഒരു പശുവിനെ മേടിച്ചിരിക്കടാവും, ഞാനേക്കകത്തൊക്കെ കയറ്റിയാ കൊണ്ടുവന്നേ. അത് കഴിഞ്ഞ് അതിനെ കുറിച്ച് പഠിച്ചപ്പോ പിന്നെ 2 ആയി, പിന്നെ ഇപ്പൊ 62 ആയി. ഓ, വെരി ഗുഡ്. അപ്പൊ 62 പശുവിന്റെയും പേരൊക്കെ അറിയാല്ലേ? അപ്പൊ ഇതിന്റെ ഈ ഉൽപ്പന്നങ്ങള്, അതായത് ഇപ്പം പാലായാലും അതുപോലെ മറ്റ് ചാണകമായാലും അതൊക്കെ എന്താ ചെയ്യുക? എന്തെങ്കിലും ചാണകം കൊണ്ട് വളങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ 40-ലധികം പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ പാല് കൊണ്ട് സിപ്പപ്പ്, പാലായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് സിപ്പപ്പ്, ഐസ് ബാർ, ഐസ് സ്റ്റിക്ക്, അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ തൈരും മോരും നെയ്യും ഒക്കെ ഉണ്ട്. അപ്പം മോള് എല്ലാ പശുവിന്റെയും പേരറിയാം അല്ലേ? അത് പല വർഗത്തിൽപ്പെട്ടതുണ്ട് അല്ലേ? ഏതൊക്കെ പ്രധാനപ്പെട്ട ഇനങ്ങളൊക്കെ പേരൊക്കെ പറയാം? ഇപ്പൊ കോട്ടയത്തിന്റെ ആണെങ്കിൽ ചെറുവള്ളി, കാസർഗോഡ്. കേരളത്തിന്റെ മൊത്തം നോക്കിയാല് ഈ കേരളത്തിന്റെ എന്ന് പറഞ്ഞാൽ കാസർഗോഡ്, ചെറുവള്ളി, വെച്ചൂര്, അതൊക്കെ കേരളത്തിന്റെ. അപ്പം പിന്നെ അപ്പോൾ ഈ പശുക്കളെയൊക്കെ ഇങ്ങനെ സ്നേഹിച്ച് അല്ലേ, അവരുമായിട്ടാണ് കൂടുതൽ അല്ലേ? അപ്പം എന്താവാനാണ് ഭാവിയിൽ? വെറ്ററിനറി ഡോക്ടറും പിന്നെ അഗ്രികൾച്ചർ പഠിക്കും. ഇതൊക്കെ ഉറച്ച തീരുമാനമാണ്. 6ാം ക്ലാസ്സുകാരിയുടെ ഉറച്ച തീരുമാനമാണ്. ഇനി എന്തൊക്കെ വലിയ ഓഫർ തന്നാലും മാറില്ല അല്ലേ? മാറില്ല അല്ലേ? ഇനി എത്ര വലിയ ജോലി, എത്ര വലിയ ശമ്പളം കിട്ടുന്ന ജോലി കിട്ടിയാലും പോകില്ല. വെറ്റിനറി ഡോക്ടറും അതിനോടനുബന്ധിച്ച് അല്ലേ, ഇവരുടെയൊക്കെ പരിപാലനവും ഇവരെയൊക്കെ ശ്രദ്ധിക്കുക, ഇവരുടെയൊക്കെ കാര്യങ്ങൾ പഠിക്കുക, അതാണ് കൂടുതൽ ആഗ്രഹം. അപ്പോൾ എല്ലാവിധ ആശംസകളും മോൾക്ക് ഈ അവസരത്തിൽ നൽകുകയാണ്. അപ്പം മുകുന്ദ മോള് ഈ രംഗത്ത് ലോകം അറിയുന്ന ഒരാളായിട്ട് മാറട്ടെന്ന് ആഗ്രഹിക്കുന്നു.